Near a pedestrian crossing, when the pedestrian are waiting to cross the road, you should എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീബ്ര ക്രോസിംഗ് കൂടെ ഒരാൾ കടക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റോപ്പ് ദി വെഹിക്കിൾ ആൻഡ് വെയിറ്റ് ടിൽ ദി പെഡസ്ട്രിയൻ ക്രോസ് ദി റോഡ് ആൻഡ് ദെൻ പ്രൊസീഡ്. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് എന്താ പറയുക, ആ ആൾ കടക്കുന്ന വരെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിടണം എന്നാണ് അതിൽ പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് സൈൻ റെപ്രസെൻറ്റ്. ഈ സൈൻ്റെ അടുത്ത് എന്താ? സ്റ്റോപ്പ്. ഇതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് എന്നാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. You are approaching a narrow bridge. Another vehicle is about to enter the bridge from opposite side of you. You should. നമ്മുടെ അപ്പുറത്തെ സൈഡ് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് വളരെ ചെറുതാണ്. അതിലൊരു വണ്ടിയെ ഒറ്റ ടൈമിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പുറത്തെ വണ്ടി കിടക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്. ഫോളോയിങ് സൈൻ റെപ്രസെൻറ്റ്സ്. ഇതിൻ്റെ സൈൻ എന്താ? കമ്പൽസറി ടേൺ ലെഫ്റ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. When a vehicle is involved in any an accident causing injury to any person, അതിനർത്ഥം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ടേക്ക് ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു സെക്യൂർ മെഡിക്കൽ അറ്റൻഷൻ ടു ദി ഇഞ്ചേർഡ് ആൻഡ് റിപ്പോർട്ട് ടു ദി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിത്തിൻ 24 hours. നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ ആരെങ്കിലും പറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം 24 hours-നുള്ളിൽ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോളോയിങ് സൈൻ റെപ്രസെൻറ്റ്സ്. ഇത് ഈ സൈൻ്റെ അർത്ഥം എന്താ? ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഗിവ് അവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗിവ് അവേ. ഗിവ് വേ. ഓൺ എ റോഡ് ഡിസൈൻഡ് ആസ് വൺ വേ, നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ റിവേഴ്സ് ഗിയറിലിട്ട് വണ്ടി ഓടിക്കരുത്. ഷുഡ് നോട്ട് ഡ്രൈവ് ഇൻ റിവേഴ്സ് ഗിയർ. ഇനി നമുക്ക് അത് ഫോളോയിങ് സൈൻ റെപ്രസെൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേ എന്നാണ് അർത്ഥം. അപ്പോൾ വൺ വേ നമ്മൾ ഒരു സൈഡിൽ കൂടെ മാത്രം, പക്ഷേ ഒരു വഴി കൂടെ മാത്രം വണ്ടി പോകുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി, റൈറ്റും ലെഫ്റ്റും അങ്ങനെ വണ്ടി വരില്ല. നമുക്കടുത്ത് നോക്കാം. യു ക്യാൻ ഓവർടേക്ക് എ വെഹിക്കിൾ ഇൻ ഫ്രണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ മാത്രമേ വണ്ടി ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരിക്കലും നമ്മൾ വണ്ടിനെ